എല്ലാ മക്കളുമാർക്കും ഒരു അടിപൊളി ക്വസ്റ്റൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇതിലൊരു ഹോമോലോഗസ് സീരീസ് തന്നിട്ടുണ്ട്. അത് എയും ബിയും എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ CH2ന്റെ ഡിഫറൻസ് ആയിരിക്കും ഉള്ളത്. ഇതിപ്പോ C2H2 ആണ് ഫസ്റ്റ് മെമ്പർ. ഇയാളേക്കാൾ CH2 കൂടുതലായിരിക്കും അടുത്ത മെമ്പറിന്. എന്ന് വെച്ചാൽ ഒരു കാർബണും 2 ഹൈഡ്രജനും കൂടുതലായിരിക്കും. അപ്പൊ അടുത്ത മെമ്പർ എന്തായിരിക്കും? ഒരു കാർബൺ കൂടിയാൽ C3, 2 ഹൈഡ്രജൻ കൂടിയാൽ H4 എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് ഹോമോലോഗസ് സീരീസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ആണ്. അപ്പൊ നോക്കിക്കോ, ഇത് C4H6 ആണെങ്കിൽ അടുത്ത മെമ്പർ എന്തായിരിക്കും? C4H6 ആണ്. അതെങ്കിൽ ഇയാളേക്കാൾ CH2 കൂടുതൽ. ഒരു കാർബൺ കൂടിയാൽ C5 ആയി, 2 ഹൈഡ്രജൻ കൂടിയാൽ H3 ആയി, H8 ആയി. ഇതാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഇയാളേക്കാൾ CH2 കൂടുതലായിരിക്കും. എന്ന് പറയുമ്പോൾ ഒരു കാർബൺ കൂടുക, 2 ഹൈഡ്രജൻ കൂടുക. ഒരു കാർബൺ കൂടിയാൽ C6 ആയി, 2 ഹൈഡ്രജൻ കൂടിയാൽ H10 ആയി. അങ്ങനെയാണെങ്കിൽ ഇത് ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ആൽക്കൈൻ ആണെങ്കിൽ CnH2n+2 ആയിരിക്കും, ആൽക്കീൻ ആണെങ്കിൽ CnH2n ആയിരിക്കും, ആൻഡ് ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2 ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെറുതെ നമുക്ക് നോക്കാം. C3H4 നോക്കുകയാണെങ്കിൽ 3 × 2 6. അപ്പൊ ഇയാളല്ല അല്ലെ, H2n അല്ല. അപ്പൊ C3 3 × 2 6 + 2, അപ്പൊ അതും അല്ല അല്ലെ. Then C3 × 2 6 - 2, അത് കറക്റ്റ് ആയി അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ആൽക്കൈൻ ആണ്. Then ഇത് നെക്സ്റ്റ് ഒരു കോമ്പൗണ്ട് C എന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.